ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. ஹையஸ்ட் கலெக்டட் 1500 crores தாண்டிடும்னு நினைக்கிறேன். அது இச்சிரி கூடுதல்ல. கோட் தான் வந்து உங்களுக்கு வந்து 2024 உடைய சினிமா லிஸ்டெல்லாம் எடுத்து பார்த்தீங்கன்னா கோட் தான் வந்து சும்மா டாப்ல நம்பர் 1ல நிற்கும். அலறிக்கிட்டே இருப்பாங்க தியேட்டர்ல. எவ்ரி 2 to 3 minutes ஒரு ஹைப் கிளாப்ஸ் வந்துகிட்டே இருக்கும். தளபதி பெஸ்ட் എവർ. വിജയുടെ റീസെന്റ് കണ്ടിട്ടുള്ള ഏറ്റവും മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു അപരാധം പടം എന്നാണ് പറയാം. അതുമില്ല, മാസ് നല്ലൊരു മാസ് എലവേഷൻ ഇല്ല, BGM ഇല്ല. പിന്നെ ഇതിനകത്തൊന്നുമില്ല, കഴിഞ്ഞു കുറച്ച് സ്പോഞ്ച് മാത്രമേ ഉള്ളൂ. ഡബിൾ റോളായിട്ട് വന്നിട്ടും എറിച്ചില്ലേ? അയ്യോ, ഡബിൾ റോളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ പൊന്നു മോനെ. പിന്നെ അടുത്തത് യുവാൻ ശങ്കർ രാജ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സ്കോറില്ല. അതുപോലെ ഒരു തരത്തിലുള്ള എലിവേഷൻസും ഒരു സീനിന് പോലും ലഭിക്കുന്നില്ല. ജ്യോതിയും വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എന്തൊരു ചെറിയ മണമുണ്ട്. ഈ ആദ്യമായിട്ടാണ് വിജയ് സിനിമകളിലെ ഒരു ആൽബം ഒറ്റണം പോലും ഇഷ്ടപ്പെടാണ്ട് പോകുന്നത്. അത് ഗോട്ടിലെയാണ്. ഇനി ഇതിന്റെ ഇടക്ക് വന്നൊരു VFX പോർഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു 18-19 വയസ്സുള്ള ഒരു വിജയായിട്ട് വിജയ് തന്നെയാണ് അതിന്റെ ഒരു ഫേസ് VFX ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫേസ് ഒക്കെ അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അത് ഭയങ്കര ശോകമായിരുന്നു. വിജയുടെ അങ്ങോട്ട് ആ മുഖം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പടം അങ്ങ് വെറുത്തു. ആ രീതിയിലാക്കി വെച്ചേക്കുമല്ല. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ VFX ഭയങ്കര ഒരു ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ, മൂട്ടിന്ന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഈ 4 മണിക്ക് വന്ന ഫാൻസിന്റെ അവസ്ഥ എന്താണ്?